നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ബൂത്ത് സമരത്തിൽ 2 പേർ അറസ്റ്റിലായി. ഉജാർ സ്വദേശി ഫൈസൽ, മഞ്ചേശ്വരം സ്വദേശി അബ്ദുൽ നാസർ എന്നിവരാണ് കുമ്പള പോലീസ് അറസ്റ്റിലായത്. സമരത്തിനിടെ ടോൾ പ്ലാസയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് കേസ്. ഷഫീഖ് നസറുള്ള ചേരുന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ഷഫീഖ്, എന്താണ് സംഭവിച്ചത്? കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിൽ AK മഷ്റഫ് MLA നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി നടത്തിയ സമരത്തിനിടയിൽ അക്രമം നടന്നു എന്നും 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നും കാണിച്ച് ടോൾ പ്ലാസ അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനിടെ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്നതാണ് ആ പരാതി. അതിൽ കൊടിയമ ഉജാറിലെ ഫൈസൽ അബ്ദുറഹ്മാൻ, മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപത്തെ അബ്ദുൽ നാസർ എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ടോൾ പ്ലാസ അധികൃതർ ഈ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം ജില്ലാ പോലീസ് മേധാവി നോട്ടീസ് നൽകി AK മഷ്റഫ് MLA നടത്തുന്ന സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച സമരം കലക്ടറേറ്റിന് മുന്നിലേക്ക് മാറ്റാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ ടോൾ ബൂത്തിനിടയിൽ നടന്ന സമരത്തിനിടയിൽ 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന ടോൾ ബൂത്ത് അധികൃതരുടെ പരാതിയിലാണ് ഇപ്പോൾ 2 സമരം നടത്തിയ ആളുകളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരി.